തിരുവനന്തപുരം തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ 8 പുതിയ കമ്പനികൾ കൂടി. മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച കമ്പനികളാണ് പ്രവർത്തനം ആരംഭിച്ചത്. കമ്പനികളുടെ കരാർ കൈമാറ്റം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. തിരുവനന്തപുരം തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ദിവസം 8 കമ്പനികൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. രാജ്യത്തിന്റെ മെഡിക്കൽ ഡിവൈസ് വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളം മാറുന്നതിന് ഊർജം പകരുന്നതാണ് പദ്ധതി. കമ്പനികളുടെ കരാർ കൈമാറ്റം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നേരത്തെ ഉണ്ടായിരുന്നത് കേരളത്തിൽ വ്യവസായം തുടങ്ങിയാൽ കുറച്ച് കഷ്ടമല്ലേ എന്നതായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയാൽ ഒരു വർഷത്തിനുള്ളിൽ അടുത്ത യൂണിറ്റ് കൂടി ഉദ്ഘാടനം ചെയ്യാന്നുള്ളതാണ്. IBMന്റെ ലോകത്തിൽ ആദ്യമായിട്ടാണ് 2 വർഷത്തിനുള്ളിൽ അവർ 2 ഉദ്ഘാടനം നടത്തിയത്. ആദ്യം അവരുടെ ക്യാമ്പസ് തുടങ്ങി, ഇപ്പോൾ സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ ജനറേറ്റീവ് AI ഇന്നൊവേഷൻ സെൻറ്റർ അത് ഉദ്ഘാടനം ചെയ്തു. HCL നമ്പർ 1 എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനി ഓഫ് ദി വേൾഡ് അവർ കൊച്ചിയിൽ അവരുടെ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തിരുവനന്തപുരത്ത് അടുത്ത സെൻറ്റർ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ തുടങ്ങിയാൽ കഷ്ടമാണ് എന്നത് മാറി തുടങ്ങിയാൽ പെട്ടെന്ന് അടുത്തതിലേക്ക് കയറാം എന്ന മട്ടിലേക്ക് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. പുതിയ കമ്പനികൾ വഴി 700 തൊഴിലവസരങ്ങൾ ലഭിക്കും. 70 കോടിയുടെ നിക്ഷേപമാണ് ഉണ്ടാകുക. 2 വർഷത്തിനുള്ളിൽ കമ്പനികൾ പൂർണ്ണ സജ്ജമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.